കാട്ടേൽത്തണ്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം, മോര് കറി. അപ്പോൾ കാട്ടേൽത്തണ്ട് കഴുകി വൃത്തിയാക്കി നല്ലോണം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓനും വേണ്ടി വരും. വാങ്ങിക്കൂടെന്നോ? നമ്മുടെ ചക്കക്കുരു നല്ലോണം വെന്ത് ഇട്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് തണ്ടിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമുക്കിതിലേക്ക് ഈ ചേനത്തണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് പൊടിയിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇത് വെന്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. തിളച്ചേട്ടെ. ഒരു കാര്യം പറയാൻ കേട്ടോ, നിങ്ങളെന്താ മക്കളെ ആരും ലൈക്ക് അടിക്കാത്തത്? ഒരു ലൈക്ക് അടിക്കുങ്ങളേ. കാണുന്നവരൊക്കെ ഒരു ലൈക്ക് അടിക്കുന്നത്, ആ ലൈക്കും കൂടി അടിക്കിട്ടോ. അപ്പം അത് വെന്ത് വരട്ടെ. പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ, പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം ഒക്കെ ചെയ്യണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടെ. നല്ല വെന്തുണ്ട്. അപ്പോൾ മോര് കറിയല്ലേ, അപ്പോൾ കുറച്ച് മോരും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി കുറച്ച് ഉപ്പും പൊടിയൊക്കെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. പുളിയെ മതി. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കട്ടെ. തൈര് ഒഴിച്ചാൽ അങ്ങനെ ഇളക്കി കൊടുക്കണമെന്നറിയും, കട്ട കുത്താതിരിക്കാം. ഇനി ചെറിയ സിമ്മിലിട്ട് കൊടുക്കട്ടെ. ഇനി തേങ്ങ ഒഴിക്കാം. തേങ്ങ, ജീരകം, പച്ചമുളക് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലിട്ട് കൊടുക്കട്ടെ. അപ്പം തേങ്ങ ഒഴിച്ചു. ഒന്നും ചൂടാട്ടെ. ചൂടിപ്പിട്ട് കൊടുക്കട്ടെ. അടിപൊളി കറി കേട്ടോ, അടിപൊളി കറി. തിളച്ച് മറയണ്ട, ഒന്ന് പതിഞ്ഞാൽ മതി കേട്ടത്, ചൂടായാൽ മതി. അപ്പോൾ അത് പതിഞ്ഞ് വന്നിട്ട് ഇത് വാങ്ങിക്കട്ടെ. ഒന്ന് വറവിടണം. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ, കടുകിട്ടു. പിന്നെ മണി ഉലുവ ഇട്ടെടുത്തു, മുളക് ഇട്ടെടുത്തു. ഇതൊക്കെ അവിടെ ഇവിടെ ഇടട്ടോ. കരിവേപ്പില,
ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓഫാക്കി ഏട്ടാ അപ്പം അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. കാട്ടുചേനത്തണ്ടും ചക്കക്കുരും കൂടി മോര് കറി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട്. ഉണ്ടാക്കാൻ അറിയാത്തവർ, ഉണ്ടാക്കാൻ അറിയാൻ എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ മോര് കറി ആക്കി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കൊണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയ വീഡിയോ ഇട്ട് തരാം.